ഓ സാരമില്ല. എവിടെ നോക്കിയാ കാർ ഓടിക്കുന്നത്? എന്താ മിസ്റ്റർ, റോഡ് നിങ്ങളുടെ തറവാട്ട് വകയാണോ? അല്ല, നിന്റെ മുത്തപ്പന്റെ വകയായിരിക്കും. വാ നല്ല ചേച്ചി, നമുക്ക് പോവാം. ആളുകാരെ പോക്കരിയാണെന്ന് തോന്നുന്നു. ആരായാലും എനിക്കെന്താ? ബ്ലഡി ഫൂൾ. അച്ഛാ, ഈ പെണ്ണ് വിളിച്ചോ കേട്ടോ? പെണ്ണ് എന്തിനാ വിളിച്ചത്? പിന്നെ ആണോ? എന്റെ കാറിന്റെ മഡ്ഗാർഡ് ഇളകിപ്പോയി. ആളുകളോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിലേ നിന്റെ മഡ്ഗാർഡും ചിലപ്പോ ആരെങ്കിലും ഇളക്കും. ഇടിക്കും. അപ്പഴേ ഈ സാധനങ്ങളൊക്കെ മാറ്റി എനിക്ക് വണ്ടി എടുക്കണം. വക്കാണത്തിന് വന്നതല്ലേ, വേണമെങ്കിൽ മാറ്റിയെടുത്തിട്ട് പോ. വരും ചേച്ചി, നമുക്ക് മാറ്റി വെക്കാം. അല്ല, എന്താണിത് ആക്സിഡന്റോ? കുഞ്ഞമ്മ ഇങ്ങോട്ട് മാറി, നമ്മൾ മാറ്റി തരാം. പടി കൊടുക്കട്ടെ. ആരുതാണിത്? സൈക്കിളും തൊട്ടിയും ബക്കറ്റും വെട്ടിയും കിടക്കി. ഇതൊക്കെ റോഡിന്റെ നടുക്കിട്ടുണ്ടെങ്കിൽ വണ്ടിക്കും ഗതാഗതത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോണ്ടേ? പോയി പിടി. ഷാട്ടാക്കി ഷാട്ടാകണ്ടേ? അങ്ങനെ നമ്മൾ തള്ളിത്തരാം. ഗേറ്റിറക്കി. ഈ 4 എന്തേ? അല്ല, എന്താ ഇപ്പോൾ ഉണ്ടായത്? ഒന്നുമില്ല, ഒരു ചെറിയ ഉടക്ക്. ഏതായി പെണ്ണ്? അതിവിടെ അടുത്തുള്ളതാ, പൂമടം എന്ന് പറയും. വലിയ തറവാട്ടിലാ. നിങ്ങൾ എവിടുന്നാ? കുറച്ച് വടക്കുന്ന. എങ്ങോട്ട് പോണ്? അമ്പലക്കടവ് വരെ. അവിടെ അന്വേഷിക്കണം. അച്ഛന്റെ ബന്ധുക്കൾ അവിടെ എവിടെയോ ഉണ്ട്. തൽക്കാലം താമസിക്കാൻ. ഓഹോ, അപ്പൊ ഈ നാട്ടില് സ്ഥിരതാമസത്തിന് വന്നാണോ? അതെ. നിങ്ങളെ ഭാഗ്യം. ഇപ്പൊ കണ്ടുമുട്ടിയത് അതിന് പറ്റിയ ആളെയാണ്. ആരെ? ആ പെണ്ണിനെയോ? നമ്മൾ ആരാണെന്നായിരിക്കും. ഖാലിദ്, ജീവിക്കാൻ മറന്നുപോയ ഖാലിദ് എന്ന് പറയും. ജീവിക്കാൻ മറന്നുപോയ ഖാലിദ്? ഇതാരിട്ട പേര്? നമ്മൾ തന്നെ. മറ്റുള്ളവരെ സഹായിച്ച് നമ്മൾ ജീവിക്കാൻ മറന്നുപോയി. അതാണ് നമ്മളെ സ്വഭാവം. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ലോഡ് അയച്ച് അങ്ങാടിക്ക് പോവാണ്. നിങ്ങളെ കണ്ടപ്പോ അതങ്ങോട്ട് മറന്നുപോയി. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ സാധനങ്ങളൊക്കെ നമ്മളെ വണ്ടി കയറ്റിക്കോളി. ഇനിയൊരു ആക്സിഡന്റ് ഉണ്ടാകണ്ടല്ലോ. എവിടെ എത്തിക്കേണ്ട വെച്ചാൽ നമ്മൾ എത്തിച്ചോളാം. എന്തേ? ഇതാണ് നമ്മളെ കൊട്ടാരം. ഇനി ഇറങ്ങിക്കോളി. മോമ്പ നിങ്ങൾ ഇറങ്ങിക്കോളി. പേടിക്കല്ലേ, നമ്മൾ കൈ ഓടിച്ചോളി. അത് തന്നെ. അല്ല, ഇത് ഖാലി താമസിക്കുന്ന വീടല്ലേ? ഇവിടെ ഞമ്മള് കിടപ്പ് അധികം അങ്ങാടിയിലാ. വണ്ടിക്ക് പണിയാണ്. എപ്പോഴെങ്കിലൊക്കെ ഇവിടെ ഒന്ന് കിടക്കുള്ളൂ. നിങ്ങൾക്ക് പറ്റെങ്കിൽ ഇവിടെ കൂടിക്കോളൂ. വലിയ ഉപകാരം. വാടക എന്ത് വേണം? അതൊക്കെ ഞമ്മക്ക് പിന്നെ പറയാന്ന്. അത് പറ്റില്ല. ശരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നേക്ക് കഴിഞ്ഞില്ലേ. മനുഷ്യനക്ക് മനുഷ്യൻ ചെയ്യേണ്ട എന്താണ്? സഹായം. ഈ വണ്ടിക്കാരൻ നല്ല ആളാ അല്ലേ അച്ഛാ? അതെ. നമ്മളെ വണ്ടിക്കാരാന്ന് വിളിച്ചണ്ട മോനെ. കോന്ന് വിളിച്ചാ മതി. ജീവിക്കാൻ മറന്നുപോയാ എന്നോട് പറയണ്ടേ? അല്ലോ, ഇത് കോന്തോരി മുളകാണല്ലോ. വാ നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാം. വാ മോനെ, അവിടെ നിന്നട്ടാ. ആരാവണം? ഈ നാട്ടിലെങ്ങും കാണാത്ത ആളായതുകൊണ്ട് ചോദിച്ചതാണ്. അതിന് പിണങ്ങുന്ന എന്തിനാ പൊന്നെ? പൊന്നോ? ഇവിടെ താമസിക്കാൻ വന്നതാണോ? എന്ന് വെച്ചോ. മോനായിരിക്കും. അല്ല, മോളോ? ഓ, രണ്ടുപേരും കൊള്ളാമല്ലോ. വേറെ ആരുമില്ലേ? ആരാ വേണ്ടത്? പെണ്ണുങ്ങൾ ആരുമില്ലേന്ന്. ഇല്ലെങ്കിലോ? വല്ല സഹായം വേണമെങ്കിൽ ഞാനിവിടെ അടുത്താ. എന്താ ചിരിക്കുന്നത്? അല്ല, ഇതാര്? പൊന്നമ്മയോ? കലാണ്ട്. എന്താണാവോ ഈ സമയത്ത്? ഇതുവഴി പോകുമ്പോ ഒന്ന് കയറിയതാ. സന്തോഷം. വല്ല സഹായം വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുകയായിരുന്നു. അപ്പോ ഇപ്പോഴൊന്നും വേണ്ട. ആവശ്യമാകുമ്പോ നമ്മൾ അങ്ങോട്ട് അറിയിക്കാം. ശരി, ഞാൻ വരട്ടെ. മോനെ. ഏതായി സ്ത്രീ? പോലീസ് പൊന്നമ്മ. പത്രത്തിലൊക്കെ വായിച്ചു കാണും. ബഹുമാനിക്കേണ്ട സ്ത്രീയാണ്. അതെന്താ?
ഈ നാട്ടിലെ വലിയ വലിയ പ്രമാണികളൊക്കെ ഈ സ്ത്രീയുടെ കസ്റ്റഡിയിലാണ്. ഇവിടെ വല്ല കാര്യം നടക്കണമെങ്കിൽ ഇവളോട് പറയണം. അല്ല, ഈ കടപത്തി കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കര് എല്ലായി പോയതറിഞ്ഞീരേ, അത് കമിനി ഒരുത്തിയോടുള്ള മോഹഭക്താണ്. ആ മെല്ലെ ഓടി വാ, ലോറിയും ബസ്സൊക്കെ വരുന്നതാണ്. ഞങ്ങൾ ഇറക്കാം. എത്രയാക്കുണ്ട്? 20 ചാക്കുണ്ട്. 200 രൂപ. അല്ലോ, പിന്നല്ലാതെ 20 ചാക്ക് ഇറക്കാൻ 200 രൂപ. യൂണിയൻ പാസ്സാക്കിയ കൂലിയാ. സംഗതി കൊള്ളാം, പക്ഷെ ഞങ്ങളുടെ തറവാടുണ്ടല്ലോ, മുടിഞ്ഞു പോവും. ആ, 22 40 ഉറുപ്പ്യ കൊടുക്കി. 40 രൂപയ്ക്ക് 4 ചാക്ക് ഇറക്കും. ബാക്കി ഞങ്ങൾ ഇറക്കാം. അപ്പോഴേ നിങ്ങൾ പോയിക്കോ, ഞങ്ങളെ വേറാണ് നോക്കട്ടെ. പോയിക്കോ, സ്ഥലം വിട്. പോയിക്കോ, പിന്നെ നോക്കിക്കോ. പോയിക്കോ, പോയിക്കോടോ. പിടിക്കാലിതേ, നമുക്കിറക്കാം. പിന്നെ ഞങ്ങളുടെ കൂലി വന്നിട്ട് ഇറക്കിയോ. കൂലി തരാൻ നിങ്ങൾ ജോലി ചെയ്തോ? ഇത് ഞങ്ങൾ തൊട്ട ചരക്കാ. തൊട്ടതിന് കൂലിയോ? ഇത് എവിടത്തെ ഏർപ്പാടാ? ഇവിടെ അങ്ങനെയാ. ഇനി കൊറേ കഴിഞ്ഞാലേ നോക്കിയതിന് കൂലി ചോദിക്കും. ഇവരൊക്കെ ഇവിടത്തെ റൗഡികളാ. എന്നാൽ ഞങ്ങൾ കൂലി വാങ്ങാതെ ഇറക്കാൻ പോവുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ തടുക്ക്. വാ ഖാലിദേ. ഭയങ്കര ചങ്കൂറ്റൻ പയ്യൻ. അല്ല മോളെ, നീ ഇവിടെ അങ്ങ് സ്ഥിരതാമസമാക്കിയിരിക്കാണോ? ഇടയ്ക്കൊന്ന് വീട്ടിലേക്കല്ലേ? എവിടെ നല്ല കുഞ്ഞ്? അടുക്കളയിലുണ്ട്. എന്താ ഉമ്മരപ്പെട്ടിരുന്നുണ്ടോ അരി പാറ്റുന്നത്? ഒന്ന് എന്നിട്ട് മാറ്. നല്ല കുഞ്ഞ്, നല്ല കുഞ്ഞ്. കിട്ടി കിട്ടി, പറ്റിയ ഒരാളെ കിട്ടി. എന്തിന്? ഇവിടുത്തെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരാളെ വേണമെന്ന് കുഞ്ഞ് പറഞ്ഞിരുന്നില്ലേ? അതിന് പറ്റിയ ഒരാളെ കിട്ടി. മേടുമെടുക്കാൻ. എവിടെ? കുഞ്ഞ് വന്നേ. വാസു എന്നാണ് പേര്. സ്വല്പം വടക്ക് എന്ന ഈ പൊടിയൻ മകനാണ്. അച്ഛാ, ഇത് ആ പെണ്ണല്ലേ നമ്മളോട് വഴക്കൂടിയ പെണ്ണ്? എടോ കാരണവരെ, എന്നെ ഈ മഹാറാണിയുടെ കൊട്ടാരത്തിലേക്കാണോ താൻ കൂട്ടിക്കൊണ്ടുവന്നത്? അയ്യപ്പൻ ചേട്ടാ, ഇയാൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ആര് പറഞ്ഞു? അല്ല, നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇയാൾ ഒരു റൗഡിയാണ്. ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് ഇവിടുന്ന്. ഇടോ, താൻ റൗഡിയാണോ? എന്നാ അവരെ കണ്ടോടനെ എന്നോടൊന്ന് പറഞ്ഞൂടെ? കിടക്ക് പുറത്ത്. കേട്ടോ കുഞ്ഞെ, മോനിഷ കണ്ടപ്പോ നല്ലൊരു പൈനാണെന്ന് അതുകൊണ്ട് പിടിച്ചോണ്ട് വന്നാ. കിടക്ക് പുറത്ത്. കാര്യം പറയാതെ കണ്ട അശ്രീരങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് താൻ അപമാനിക്കുകയാണ്. കൊച്ചമ്മയുടെ കൊട്ടാരത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് ഞാൻ അറിഞ്ഞില്ല. വടാപ്പു. വരട്ടെ കൊച്ചമ്മേ, പിന്നെ കണ്ടോളാം. തനിക്കെന്താ അവിടെ? ഒന്നുമില്ല, ചുമ്മാ ഇത് വഴി വന്നപ്പോ ഒന്ന് കയറിയതാ. താൻ ഈ 2 തോണിയിൽ കാല് വെക്കും. ഒന്നുകിൽ എന്റെ കാര്യം നോക്കി ബംഗ്ലാവിൽ നിൽക്കും, അല്ലെങ്കിൽ ഈ നിഷേധിപ്പിന്റെ കൂടെ ഇവിടെ നിന്നോ. ആരാ ഇപ്പൊ പോയത്? അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞിരുന്നു. അതിന് ഇവിടെ കാര്യക്കാരനല്ല വേണ്ടത്, സംബന്ധക്കാരനാ. അതാ പെണ്ണെ പറഞ്ഞ് മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാം. എനിക്കിപ്പോ ആരും സംബന്ധക്കാരനെ അന്വേഷിക്കണ്ട. പിന്നെ ഇങ്ങനെ കഴിയാനാണോ ഭാവം? അത് ഇളയച്ചൻ അറിയണ്ട. മര്യാദയ്ക്ക് ഈ കൊച്ചനിയെ കല്യാണം കഴിച്ച് സുഖമായി ബംഗ്ലാവിൽ ഒന്ന് താമസിച്ചു. അതാ നിനക്ക് നല്ലത്. നാട്ടില് ആണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം വന്നോ? പെണ്ണുങ്ങൾക്കും ദാരിദ്ര്യമില്ലടി. ഓ, എന്നോടുള്ള സഹതാപം കൊണ്ടായിരിക്കും. അതിന് മറുപടി നിന്റെ ഇളയച്ചൻ പറയും.
നീ എന്റെ ചേട്ടന്റെ മകളാണ്. ഈ വക കാര്യങ്ങൾ ചോദിക്കാനും പറയാനും എനിക്ക് അധികാരമുണ്ട്. ആ അധികാരം എന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഞങ്ങളെയൊക്കെ ധിക്കരിച്ച് ഈ നാട്ടിൽ ജീവിക്കാമെന്ന് തന്നെയാണോ നിന്റെ ഭാവം? അതിന് കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ. പരാജയപ്പെട്ടാൽ നിങ്ങളെയൊക്കെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാം. ഒരു പെണ്ണിന് ഇത്രയും തന്റെ ഉണ്ടാകുമോ? പെണ്ണിനെ ഉണ്ടാവും. എങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണണമടി. ഈ പെണ്ണ് വട്ടാണ്. കുച്ചനെയും വരൂ, നമുക്ക് പോവാം. അയ്യപ്പൻ ചേട്ടാ, ഓ, എന്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ എനിക്ക് തന്നെ ഏറ്റെടുത്ത് നടത്തണം. വക്കീലിനെ കണ്ട് ഇന്ന് തന്നെ ഇളയച്ചന് ഒരു നോട്ടീസ് അയക്കണം. എനിക്കറിയാം അത് വേണ്ടി വരുമെന്ന്. നോട്ടീസിന്റെ ഒരു കരട് ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ദാ, വായിച്ചു നോക്കി. ചേച്ചി അവരോടൊന്നും വഴക്കിന് പോകണ്ട, ആപത്താണ്. അങ്ങനെ ഇവരെയൊക്കെ പേടിച്ചാ ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കും ജാനു. പരിചയപ്പെട്ടപ്പോ നല്ലൊരു മനുഷ്യരാണെന്ന് തോന്നി. അതാണ് നമ്മൾ ആചാര്യടുത്തേ കൂട്ടിക്കൊണ്ടു. ഇക്കാലത്ത് ആരാ നല്ല മനുഷ്യര്, ആരാ ബെടക്ക് മനുഷ്യരെന്ന് എങ്ങനെ അറിയാ? എന്തേ രണ്ടായാലും ഞമ്മക്ക് കണക്ക് തന്നെയാണ്. ആട്ടെ, ഇവനക്ക് ഇപ്പൊ എന്താ വേണ്ടിയത്? ഒരു ജോലി ചെയ്ത് ജീവിക്കണം. ഞാൻ ഈ നാട്ടിൽ അന്യനാണ്, വിശ്വസിക്കാൻ വിഷമം കാണും. ഇനിയിപ്പൊ നാട്ടുകാരനായതുകൊണ്ട് എന്താ വിശേഷം? ഞമ്മളിപ്പോ അതല്ല ആലോചിക്കണേ. അനക്ക് തരാൻ പറ്റിയ പണി എന്താണെന്നാണ്. രാഘവാ, ഇവിടെ വാ. ആ, ഞമ്മളെ കാലിയത് കൊണ്ടുവന്ന ആളാണ്. കൂപ്പിൽ പോവാനും കണക്കെഴുതാനും മറ്റു ബനിയും കൂടി വെച്ചോളുണ്ട് കേട്ടാ. ശരി. മുതലാളിന്ന് വിളിച്ചും ഓച്ചാനിച്ചു നിന്നൊന്നും എനിക്ക് പരിചയമില്ല. അത് നേരത്തെ പറയണമല്ലോ. തരുന്ന ജോലി ആത്മാർത്ഥമായും സത്യസന്ധമായും ഞാൻ ചെയ്യും. അങ്ങനെയുള്ള ആളുകളെയാണ് ആചാര്യർക്ക് ഇഷ്ടം. ആചാര്യ കമ്പനി തൊഴിലാളി സമരമില്ലാത്ത കമ്പനിയാണ്. പണിയെടുക്കുന്നവർക്ക് ന്യായമായ കൂലി കൊടുത്താൽ പിന്നെന്തിനാണോ സമരം? എടാ മോനെ, അരച്ചത് മതി, വേഗം കൊണ്ടുപോവാ. ഇതാ ഇപ്പൊ കൊണ്ടുവരാച്ചാ. നല്ല രസം. എടാ മോനെ, മീൻകറി ഇന്ന് കലക്കിയതല്ലേ. ആ, വെരി ഗുഡ്. അനി മോൻ പ്ലേറ്റ് എല്ലാം വേഗം എടുത്ത് വയ്ക്ക്. മീൻകറിയുടെ മണം കേട്ടിട്ട് വേഗം നിന്നാൻ കൊതിയാവുന്നില്ലേ? ഈ അച്ഛൻ്റെ ഇരുന്നോണ. നല്ല അച്ഛനും മോനും ഒരുത്തുണ്ട്. എടാ മോനെ, കാര്യം കൂടി പ്ലേറ്റ് വയ്ക്കേ. മോനെ, മോയെ മുകളിലേക്ക് കയറി അവിടെ ഇരുന്ന കാലിയൊക്കെ കളിപ്പിച്ചേ. അങ്ങോട്ട് എടുത്തോളൂ, ഇങ്ങോട്ട് എടുത്തോളൂ. ചൂടുണ്ടല്ലേ, അവിടെ ഇരുന്നോളൂ നിങ്ങള്. ആ കൂട്ടാ എടുത്തോളി. ചൂടുണ്ടായത് സൂക്ഷിച്ചെടുക്കണ്ടേ കയ്യില്. വിളമ്പിക്കോ. മെല്ലെ മെല്ലെ മണിത കൂട്ടാനാ നമ്മള് കഴിച്ചോളാം. നീ കാല് കഴിക്കേ. അല്ല, അത് പറഞ്ഞില്ലല്ലോ. ഏത്? മോന്റെ അമ്മയോട് പോയി. മതിയമ്മേ, പോരാ, ഇത് മുഴുവൻ കഴിക്കണം. എനിക്ക് വേണ്ട. നിക്കട അവിടെ. എടാ അവിടെ നിക്കാൻ. ഇത് മുഴുവൻ കഴിക്കും. അവിടെ നിക്കാൻ. നോക്കിക്കപ്പോ തല്ല് വാങ്ങിക്കുന്നത്. അവിടെ നിക്കവിടെ. ഇത് മുഴുവൻ കഴിക്കാം.
അല്ല എന്താ മോൻ കരയുന്നത്? എനിക്ക് എന്റെ അമ്മയെ കാണണോ? ഊണ് കഴിക്കുക, എന്നിട്ട് കാണിച്ചു തരാം. വേണ്ട, എനിക്ക് എന്റെ അമ്മയെ കണ്ടാ മതി. മോനെ 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 അവിടെ ഇരിക്കും, കാര്യമൊക്കെ പറയട്ടെ. നിങ്ങളൊന്നും പറയണ്ട. അമ്മയെ പറ്റി ഓർമ്മ വന്നാൽ ഇങ്ങനെ. അതാണ് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. സാരമില്ല, കുറച്ചു നേരം കരയും, പിന്നെ മറന്നു പോകും. മോനെ 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 കാലിക്ക ഒരു കഥ പറഞ്ഞുതരാം. മോൻ വന്ന് ചോറ് തിന്നു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്ക് അമ്മയെ ചോർത്തരുന്നത്. ചോറ് തിന്നണ്ടെങ്കിൽ വേണ്ട, വന്ന് കിടന്ന് ഉറങ്ങിക്കോ. വരില്ല. ഇതാ ഒരൊറ്റ അടിയിച്ച അടിക്കില്ലേ അടിക്കില്ല, അവൻ ചെറിയ കുട്ടിയല്ലേ. കയ്യഴ കയ്യോ പോയി കിടന്നോ. അല്ല, ഞമ്മളൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. ഇല്ല, ഞമ്മളൊന്നും ചോദിക്കണില്ല.